നമസ്കാരം. ബി.ജെ.പിയുടെ അമരത്തേക്ക് വീണ്ടും മാസാകാൻ ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുകയാണ്. സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന സർക്കാരാണ് മോദി സർക്കാർ. അതുമാത്രമല്ല, ഭരണതലങ്ങളിൽ സ്ത്രീയെ ഏൽപ്പിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യമെന്ന തിരിച്ചറിവ് ബി.ജെ.പിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളെ തലപ്പത്തിരുത്തുക എന്നതാണ് ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ നയവും. പറഞ്ഞാൽ പറഞ്ഞിടത്ത് നിൽക്കും, ഒരു തീരുമാനമെടുത്താൽ അവിടെ നിൽക്കും. അതാണ് ശോഭാ സുരേന്ദ്രൻ. പ്രവർത്തന മികവിൽ ശോഭാജിയുടെ കൈകളിൽ ബി.ജെ.പി സുരക്ഷിതമാണെന്ന തിരിച്ചറിവാണ് തലപ്പത്ത് ശോഭയെ എത്തിച്ചത്. എന്തുകൊണ്ടും ശോഭാ സുരേന്ദ്രൻ തനിക്കിട്ട് പണിയുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ച് പണി നൽകാനും കൃത്യമായി അറിയാവുന്ന നേതാവ്. എന്തും വെറുതെ പറഞ്ഞു നടക്കല്ല, പറയുന്നത് എന്താണോ അത് പ്രാവർത്തികമാക്കും. അതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിൽ പോലും ശോഭയ്ക്കെതിരെ ശബ്ദമുയർന്നപ്പോൾ അത് അമിത്ഷായെ അറിയിച്ചതും കൃത്യമായ നടപടി എടുത്തതും. എന്തായാലും ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന കേരള ബി.ജെ.പിക്ക് 4 ജനറൽ സെക്രട്ടറിമാരാണുള്ളത്. പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിൽ 4 സംഘമാണ്. ഈ 4 സംഘത്തിൽ ഒരു വനിതയുമുണ്ട്. കേരളത്തിൽ മറ്റൊരു പാർട്ടിക്കും 2ാം സ്ഥാനത്തേക്ക് മറ്റൊരു വനിതയെ എത്തിക്കാൻ ആവാത്ത സാഹചര്യത്തിലാണ് ഈ വാർത്തയിൽ ശോഭാജി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ഈ വൈറൽ താരത്തിന്റെ പ്രസക്തി വരുന്നതും. അധ്വാനിച്ചും കഷ്ടപ്പെട്ടും പാർട്ടിയുടെ ഉന്നതലങ്ങളിൽ എത്തി. അവഗണനയിൽ മനംനൊന്തു കരഞ്ഞ ഒരു സാധാരണ സ്ത്രീയെ പോലെയല്ല അവർ ഇരുന്നത്. വേട്ടമൃഗങ്ങൾക്കിടയിലും പൊട്ടിത്തെറിച്ച് ഉജ്ജ്വലയായിരുന്നു ഇവർ. അങ്ങനെ നിരവധിയാണ് ഇവരെ കുറിച്ച് പറയാൻ. കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകരുടെ കണ്ണും കരളും ഹൃദയവുമായ ശോഭാജി ആരാണ് ഏറ്റവും കൂടുതൽ കേരള ബി.ജെ.പിയിൽ ആളെ കൂട്ടുന്ന വ്യക്തിയെന്ന 1ാം സ്ഥാനത്തും ഈ വനിത തന്നെയാണ്. പാവങ്ങളുടെ കുടിലുകളിലെ നിത്യസന്ദർശകയും കോർപ്പറേറ്റുകൾക്കെതിരെ നട്ടെല്ല് നിവർത്തി അവരെ വെല്ലുവിളിക്കുന്ന മിന്നൽ പിണരായിരുന്നു ഇവർ. കേന്ദ്ര സർക്കാരിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്നും സത്പേര് വെട്ടിമാറ്റിയ ഗോകുലം ഗോപാലിനെതിരെ തിരിഞ്ഞ് കേരള രാഷ്ട്രീയ വനിതാ നേതാവ്. ബി.ജെ.പിയുടെ തീജ്വാല ശോഭാ സുരേന്ദ്രൻ പാർട്ടിയിൽ നിന്നും 2ാമത്. അനീതിയിൽ തീജ്വാലയായി കാളിയെപ്പോലെയും തന്നെ തകർക്കാൻ വന്ന കോർപ്പറേറ്റുകളെ തരിപ്പണമാക്കി ഉൾക്കരുത്തും തന്നെ അപമാനിച്ച മുൻനിര ചാനലിന്റെ ലൈസൻസ് പോലും ദില്ലിയിൽ ബ്ലോക്ക് ചെയ്ത വനിത. എന്തായാലും ബി.ജെ.പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ വി മുരളീധരനും കെ സുരേന്ദ്രനും കടുത്ത നിരാശയാണ് ഉണ്ടായത്. ഇവരുടെ പക്ഷത്തു നിന്നുള്ള ആരും ഭാരവാഹികളുടെ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരുമായി അടുപ്പമുള്ള ഭാരവാഹികളാണ് പട്ടികയിൽ ഇടം നേടിയത്. ജനറൽ സെക്രട്ടറിമാരായി നിയമിച്ചിരിക്കുന്നത് നേരത്തെ മുതൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന കൃഷ്ണദാസ് പക്ഷത്തിന് നിന്നുള്ള എം.ഡി. രമേശ് ഇത്തവണയും സ്ഥാനം നിലനിർത്തി. ശോഭാ സുരേന്ദ്രനെയും ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു. രാജീവ് ചന്ദ്രശേഖറുമായി അടുത്തു നിൽക്കുന്ന എസ് സുരേഷും അനൂപ് ആന്റണിയും ജനറൽ സെക്രട്ടറിമാരായി. 10 വൈസ് പ്രസിഡന്റുമാരാണ് പട്ടികയിലുള്ളത്. അതിൽ ആർ ശ്രീലേഖ IPS, ഷോൺ ജോർജ് എന്നിവരുടെ നിയമനവും ഏറെ പ്രത്യേകതയുള്ളതാണ്. ഈ കൃഷ്ണദാസ് ആണ് ട്രഷറർ. 10 സെക്രട്ടറിമാരും പട്ടികയിലുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചോടെയാണ് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും പൂർണ്ണമായും അവഗണിച്ചിട്ട് മുന്നോട്ടു പോകാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിഞ്ഞത്. അതിനാൽ പുനഃസംഘടനയിൽ കാര്യമായ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല.